ഡോക്ടർ മഞ്ജു കെ ജി, തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ, കൺട്രോളർ ഓഫ് എക്സാമിനർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നീ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നു. മാർ ഇവാനിയോസ് കോളേജിലെ AKPCT യൂണിറ്റിന്റെ ബ്രാഞ്ച് പ്രസിഡന്റായി നിന്നുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തിയതിൽ പ്രധാനി. ഡോക്ടർ ശ്രീദേവി ടി 20ലധികം വർഷത്തെ സേവനത്തിന് ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ ഹിന്ദി വിഭാഗത്തിൽ നിന്നും പടിയിറങ്ങുന്നു. അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മികവ് പുലർത്തിയ പ്രകടനത്തിന് ശേഷമാണ് ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. ഡോക്ടർ ഹെനലാൽ എസ്, തിരുവനന്തപുരം വർക്കല SN കോളേജിൽ മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഹെനലാൽ ടീച്ചർ AKPCT ബ്രാഞ്ച് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാദമിക് രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഹെനലാൽ ടീച്ചർ. ഡോക്ടർ വിദ്യാ പണിക്കർ, തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. കേരള യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചീഫ് സൂപ്രണ്ടന്റ് ഓഫ് എക്സാമിനേഷൻസ്, സർവകലാശാല പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ നോഡൽ ഓഫീസർ, UG സുവോളജി എക്സാമിനേഷൻ ചെയർമാൻ, തെരേസാസ് കോളേജ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നീ നിലകളിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. തുടക്കകാലം മുതൽ AKPCTയുടെ സജീവ പ്രവർത്തകയായിരുന്ന ടീച്ചർ 5 വർഷം ബ്രാഞ്ച് സെക്രട്ടറിയായും 1 വർഷം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും 11 വർഷം സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകളും ടീച്ചറുടെ ഔദ്യോഗിക ജീവിതത്തിലെ മികവിന്റെ അംഗീകാരങ്ങളാണ്. ഡോക്ടർ ബൈജു, തിരുവനന്തപുരം പാങ്ങോടുള്ള മന്നാനിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. സംഘടനാ പ്രവർത്തന രംഗത്തും ക്രിയാത്മകമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ബൈജു സർ. ഡോക്ടർ സുമാ BS, തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിൽ ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്നു. സംഘടനയുടെ സജീവ പ്രവർത്തകയായി നിന്നുകൊണ്ട് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട് സുമ ടീച്ചർ. ഡോക്ടർ ചിത്ര PG, ശ്രീനാരായണ കോളേജ് ഫോർ വിമനിൽ നിന്നും ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന ടീച്ചർ തുടക്കകാലം മുതൽ സംഘടനയുടെ സന്തത സഹചാരി കൂടിയായിരുന്നു. 20ലധികം ഗവേഷണ പ്രബന്ധങ്ങളും ഒരു ബുക്ക് ചാപ്റ്ററും ടീച്ചർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല PG ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ JA സിന്ധുറാണി, നിലമേൽ NSS കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ ബയോകെമിസ്ട്രി വകുപ്പ് മേധാവി കൂടിയാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് മാതൃകാപരമായ സേവനം കാഴ്ചവെച്ചു. ശ്രീമതി സന്ധ്യ C വിദ്യാധരൻ, 32 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം KS MDB കോളേജ് ശാസ്താംകോട്ടയിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർ ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് സേവനമനുഷ്ഠിച്ചത്. കേരള യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 കേന്ദ്ര ഗവൺമെന്റിന്റെ ബെസ്റ്റ് മറൈൻ ഫിഷ് ഫാമർ അവാർഡും ടീച്ചർ നേടിയിട്ടുണ്ട്. ഡോക്ടർ ശ്രീജ പ്രിയദർശൻ, കൊല്ലം SN കോളേജിലെ സംസ്കൃത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ, നിലവിൽ വകുപ്പ് മേധാവിയായും പ്രവർത്തിക്കുന്നു. അക്കാദമിക രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീജ ടീച്ചർ. ഡോക്ടർ ഷാഹുൽ ഹമീദ്, കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. AKPCTA സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെ അക്കാദമിക പ്രവർത്തനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഷാഹുൽ ഹമീദ് സർ. പ്രൊഫസർ പ്രീത ബസു, കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ദീർഘകാലമായി സംഘടനാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായിരുന്നു. ശ്രീ ജയകുമാർ K, കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റായി സേവനമനുഷ്ഠിച്ച ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നു. അക്കാദമിക് രംഗത്തും സംഘടനാ രംഗത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സർ സമ്മാനിച്ചിട്ടുണ്ട്. ഡോക്ടർ സരയു ദേവി A, കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ 28 വർഷക്കാലം രസതന്ത്ര വിഭാഗത്തിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ രസതന്ത്ര വിഭാഗം വകുപ്പ് മേധാവിയായി ചുമതല നിർവഹിക്കുന്ന ടീച്ചർ
ഡീൻ ഓഫ് സ്റ്റുഡൻസ് അഫെയർ ഇൻ കോളേജ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു ടീച്ചർ. ഡോക്ടർ പി കെ ശ്രീകുമാർ 1996 മഞ്ചേരി NSS കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായി അദ്ദേഹം തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ചു. 2005 പന്തളം NSS കോളേജിലേക്ക് എത്തിയ അന്നു മുതൽ നീണ്ട 19 വർഷക്കാലമായി കോളേജിന്റെ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നു. കോളേജ് PTA, കൗൺസിൽ എന്നിവിടങ്ങളിൽ തന്റേതായ പ്രവർത്തന ശൈലി കൊണ്ട് ശ്രദ്ധേയനായി. AKPCTA ബ്രാഞ്ച് ജില്ലാ ഭാരവാഹിത്വങ്ങൾ പലപ്പോഴായി അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴൊക്കെ തന്മയത്വത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി തന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള, കാലിക്കറ്റ് സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും കേരള സർവകലാശാല അക്കാഡമിക് കൗൺസിൽ മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രൊഫസർ ഡോക്ടർ പ്രദീപ് PS 1995 പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 99 മുതൽ 2008 വരെ പാമ്പാടി KG കോളേജിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ നിന്നുമാണ് അദ്ദേഹം വിരമിക്കുന്നത്. നിലവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, പസഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉദയപൂർ എന്നിവിടങ്ങളിൽ ഗവേഷണ വിദഗ്ധനാണ്. ചരിത്ര വിഭാഗം UG ബോർഡ് അംഗം, ചരിത്ര വിഭാഗം PG ബോർഡ് അംഗം, ചരിത്ര വിഭാഗം വിഷയ വിദഗ്ധൻ, അക്കാദമിക് കൗൺസിൽ മെമ്പർ, NSS പ്രോഗ്രാം ഓഫീസർ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 85ഓളം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. AKPCTയുമായി ബന്ധപ്പെട്ട് സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിരവധി വർഷങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിയായും ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗമായും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ അനിത മത്തായി 1999 മുതൽ തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. 2018 മുതൽ 2023 വരെ കോളേജിലെ പ്രിൻസിപ്പലായും പ്രവർത്തിച്ചിട്ടുണ്ട്. റിസോഴ്സ് പേഴ്സൺ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചെയർപേഴ്സൺ BEd ഡിഗ്രി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ MG യൂണിവേഴ്സിറ്റി എന്നീ നിലകളിൽ കൂടി പ്രവർത്തിച്ച ടീച്ചർ ഒരു മികച്ച എഴുത്തുകാരി കൂടിയാണ്. ശ്രീ സത്യനാരായണൻ S ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ AKPCTയുടെ ഉറച്ച പ്രവർത്തകനായ സത്യനാരായണൻ സർ 1995 മുതൽ കോന്നി SAS SNDP യോഗം കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു. പ്രഗത്ഭനായ ഭാഷാധ്യാപകൻ, സംഗീതത്തിൽ ആഴത്തിലുള്ള അറിവ് എന്നിവ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിഷയ വിദഗ്ധനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTയുടെ ബ്രാഞ്ച് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. ശ്രീമതി സബീന ബാലചന്ദ്രൻ 1995 മുതൽ കോന്നി SAS SNDP യോഗം കോളേജിലെ മലയാള വിഭാഗം മേധാവിയായി ടീച്ചർ പ്രവർത്തിച്ചു വരുന്നു. കോളേജിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AKPCTയുടെ ബ്രാഞ്ച് പ്രസിഡന്റ്, വിവിധ പരീക്ഷാ ബോർഡ്, എക്സ്പേർട്ട് കമ്മിറ്റികൾ എന്നിവയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള PSCയുടെയും മാനേജ്മെന്റിന്റെയും വിഷയ വിദഗ്ധയായി പ്രവർത്തിച്ച ടീച്ചർ ഒരു നല്ല എഴുത്തുകാരി കൂടിയാണ്. ടീച്ചറുടെ കഥകൾ, ചിന്ത, കോളേജ് ടീച്ചർ തുടങ്ങിയവയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലാജി NR 1997 മുതൽ കോന്നി SAS SNDP യോഗം കോളേജിൽ ലോ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായി സേവനമനുഷ്ഠിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി 1991 മുതൽ 97 വരെ കൊല്ലം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ആന്റി റാഗിംഗ്, IPR മേഖലകളിൽ നിരവധി സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ പ്രദീപ് കുമാർ PS മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവേഷണ ബിരുദം നേടിയ പ്രദീപ് കുമാർ സർ SAS SNDP യോഗം കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരുന്നു. കോളേജിലെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായ അദ്ദേഹം സംഘടനയുടെ ജില്ലാ കൗൺസിൽ അംഗമായി നിരവധി വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിവിധ പരീക്ഷാ ബോർഡുകളിൽ അംഗമായും വിഷയ വിദഗ്ധനായും പ്രവർത്തിച്ച അദ്ദേഹം നിലവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡാണ്. ഡോക്ടർ ബിന്ദു നായർ ആലപ്പുഴ SD കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും അസിസ്റ്റന്റ് പ്രൊഫസറായി വിരമിക്കുന്ന ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും ക്രിയാത്മക ഇടപെടലുകൾ നടത്തുകയും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ഡോക്ടർ വീണ
ആലപ്പുഴ SD കോളേജിലെ ഹിന്ദി വിഭാഗത്തിൽ ദീർഘകാലം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന മീന ടീച്ചർ സംഘടനാ പ്രവർത്തനത്തിലും സജീവമായി പങ്കെടുക്കുകയും മാതൃകാപരമായ നിർദ്ദേശങ്ങളിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനിയായി നിൽക്കുകയും ചെയ്തു. ഡോക്ടർ ഷർമിള PP 1995 മുതൽ TKMM കോളേജ് നങ്ങ്യാർകുളങ്ങര, 97 മുതൽ SN കോളേജ് ചെങ്ങന്നൂർ, 2000 മുതൽ വീണ്ടും TKMM കോളേജ് നങ്ങ്യാർകുളങ്ങര എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു. ഇതേ കോളേജിൽ 2019-2020 കാലഘട്ടത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജായും പ്രവർത്തിച്ചു. MPMM SN ട്രസ്റ്റ് കോളേജ് ഷൊർണൂരിന്റെ പ്രിൻസിപ്പളായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 സെനറ്റ് മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള യൂണിവേഴ്സിറ്റിയിൽ UG ആൻഡ് PG എക്സാമിനേഷൻ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 12ലധികം അന്തർദേശീയ പ്രബന്ധങ്ങൾ ടീച്ചറുടെ പേരിലുണ്ട്. AKPCTA യൂണിറ്റ് പ്രസിഡന്റായും കൗൺസിൽ മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീമതി ലേഖ KV TKMM കോളേജ് നങ്ങ്യാർകുളങ്ങര മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായും വകുപ്പ് മേധാവിയായും സേവനമനുഷ്ഠിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർ സംഘടനാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായിരുന്നു. ശ്രീ റിജു ഗ്രിഗറി ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും വകുപ്പ് മേധാവിയായും സേവനം അനുഷ്ഠിച്ചു. PG എക്സാമിനേഷൻ ചെയർമാൻ, IQAC കോർഡിനേറ്റർ എന്നീ മേഖലകളിലും റിജു സാർ തന്റെ സേവനം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ച റിജു സാർ ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്തിയവരിൽ പ്രധാനിയാണ്. ഡോക്ടർ മീര V 25 വർഷത്തിൽ അധികം വിവിധ SN കോളേജുകളിൽ സേവനം അനുഷ്ഠിച്ച ടീച്ചർ ചേർത്തല SN കോളേജിൽ രസതന്ത്ര വിഭാഗം വകുപ്പ് മേധാവിയുമായിരുന്നു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊച്ചിൻ ക്യാമ്പസിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 മുതൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ രജിസ്ട്രാറായും പ്രവർത്തിക്കുന്ന മീര ടീച്ചർ സംഘടനാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായിരുന്നു. നിരവധി അന്തർദേശീയ ഗവേഷണ പ്രബന്ധങ്ങളും ടീച്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റുബീന S കായംകുളം MSM കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായും വകുപ്പ് മേധാവിയായും സേവനം അനുഷ്ഠിച്ച ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും ക്രിയാത്മകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശ്രീ ടോമി തോമസ് പാലാ സെന്റ് തോമസ് കോളേജിലെ ഗണിത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലിൽ ക്യാമ്പ് ഡയറക്ടർ ഫോർ ഇവാലുവേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ്, മെമ്പർ ഓഫ് ദ PG ആൻഡ് UG ബോർഡ് ഓഫ് സ്റ്റഡീസ്, എക്സ്പെർട്ട് കമ്മിറ്റി മെമ്പർ ഫോർ ദ സിലബസ് റിവിഷൻ ഓഫ് MG യൂണിവേഴ്സിറ്റി തുടങ്ങിയ അക്കാഡമിക് ബോർഡുകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപകൻ. ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രസിഡന്റ് എന്നീ നിലകളിൽ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ടോമി സർ. ഡോക്ടർ ജസ്റ്റിൻ ജോസഫ് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ, NSS പ്രോഗ്രാം ഓഫീസർ, സ്റ്റാഫ് കൗൺസിൽ മെമ്പർ, വകുപ്പ് മേധാവി എന്നിങ്ങനെ പല തലങ്ങളിലായി കോളേജിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. AKPCTA യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ സംഘടനയ്ക്കായി കാഴ്ചവെച്ചു. ഡോക്ടർ മേരി ജോർജ് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ഗണിത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ടീച്ചർ, വകുപ്പ് മേധാവി, സീനിയർ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് യൂണിവേഴ്സിറ്റി എക്സാംസ്, ഐഷെ കോളേജ് നോഡൽ ഓഫീസർ എന്നീ വിവിധ നിലകളിൽ കോളേജിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ടീച്ചർ. ശ്രീ ജോജി ജോസഫ് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ഗണിത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ സർ, പ്രിൻസിപ്പൽ ഇൻചാർജ്, വൈസ് പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വിജിലൻസ് സ്ക്വാഡ് കൺവീനർ എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രസിഡന്റ് എന്നീ നിലകളിൽ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഡോക്ടർ ജോജി M. ഫിലിപ്പ് കോട്ടയം ബെസേലിയോസ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ ജോജി സർ, സൗത്ത് സോൺ കൺവീനർ, MG യൂണിവേഴ്സിറ്റി PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറിന്റെ സജീവ സാന്നിധ്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്.
പ്രൊഫസർ എൽസ സി മരിയ, കോട്ടയം ബസേലിയസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ ടീച്ചർ വിസ്മരിക്കാനാവാത്ത നിരവധി സേവനങ്ങളിലൂടെ എന്നും കലാലയ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുമെന്നതിൽ സംശയമില്ല. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ സംഘടനയുടെ സന്തത സഹചാരി കൂടെയായിരുന്നു ടീച്ചർ. പ്രൊഫസർ ആന്റണി ജോസഫ് കെ, ചങ്ങനാശ്ശേരി SB കോളേജ് അധ്യാപകൻ, IQAC കോർഡിനേറ്റർ, ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, കരിക്കുലം കമ്മിറ്റി കൺവീനർ, NCC ഇന്റേണൽ എക്സ്പേർട്ട്, FYUGP മെമ്പർ എന്നിങ്ങനെ നീളുന്ന നിരവധി സംഭാവനകൾ. സംഘടനയെ സർവീസിലുടനീളം ചേർത്ത് പിടിച്ച വ്യക്തി കൂടിയാണ് ആന്റണി സർ. ഡോക്ടർ മൊബി തോമസ്, ചങ്ങനാശ്ശേരി SB കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അധ്യാപകൻ, പ്രസിഡന്റ് ഓഫ് അസോസിയേഷൻ ഓഫ് കോളേജ് ടീച്ചേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എ മെമ്പർ ഓഫ് ദി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, IAAF ലെവൽ 1 ടെക്നിക്കൽ ഒഫീഷ്യൽ, ഇന്റർനാഷണൽ ഫോട്ടോ ഫിനിഷ് ജഡ്ജ്, പ്രസിഡന്റ് കോട്ടയം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടീം അസോസിയേഷൻ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ. സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു മൊബി സർ. പ്രൊഫസർ പ്രദീപ് കുമാർ SL, ചങ്ങനാശ്ശേരി NSS ട്രെയിനിംഗ് കോളേജ് അധ്യാപകൻ, ഹിന്ദി വിഭാഗം വകുപ്പ് മേധാവി, പ്രിൻസിപ്പൽ ഇൻചാർജ്, BEd പ്രാക്ടിക്കൽ ആൻഡ് തിയറി ബോർഡ് മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ മെമ്പർ, പ്രസിഡന്റ് ഓൾ കേരള ട്രെയിനിംഗ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നിങ്ങനെ ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ നൽകിയ സർ സംഘടനാ പ്രവർത്തനങ്ങളിലും ഇന്നു മുൻപന്തിയിൽ തന്നെയായിരുന്നു. ശ്രീ ബെന്നോ മാത്യു, കാലടി ശ്രീശങ്കര കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ബെന്നോ സാർ കാലടി ശ്രീശങ്കര കോളേജിലെ AKPCTയുടെ സ്ഥിര സാന്നിധ്യമായി നാം കാണുന്ന വ്യക്തിത്വമാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചെയർമാൻ എന്നീ നിലകളിലും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഡോക്ടർ മിനി L, കാലടി ശ്രീശങ്കര കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന മിനി ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും ക്രിയാത്മക സംഭാവനകൾ നൽകിയിട്ടാണ് പടിയിറങ്ങുന്നത്. അക്കാദമിക് കൗൺസിൽ മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചെയർമാൻ എന്നീ നിലകളിൽ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ഗീത P, കാലടി ശ്രീശങ്കര കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഗീത ടീച്ചർ AKPCTയുടെ സജീവ സാന്നിധ്യം കൂടെയാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഡോക്ടർ അനിത എബ്രഹാം, കാലടി ശ്രീശങ്കര കോളേജിലെ ഫിസിക്സ് വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന അനിത ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും ക്രിയാത്മക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായി പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ ശ്രീജ കുമാർ K, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്നു. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലം മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്ത മികച്ച സംഘടനാ അംഗമാണ്. കോളേജ് യൂണിറ്റ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ബെന്നി വർഗീസ്, തേവര SH കോളേജിലെ സോഷ്യോളജി വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന ബെന്നി സർ AKPCTയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. SH കോളേജിലെ സംഘടനയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. സംഘടന ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച ശേഷമാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കേരള, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും പ്രവർത്തിച്ചു. കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ ബെഞ്ചമിൻ വർഗീസ്, പിറവം BPC കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രൊഫസറായി വിരമിക്കുന്നു. സംഘടനയുടെ സജീവ സാന്നിധ്യമായിരുന്ന ബെഞ്ചമിൻ സാർ അക്കാദമിക രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ MI പുന്നൂസ്, ആലുവ UC കോളേജിലെ മലയാള വിഭാഗത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ചു. കോളേജിന്റെ പ്രിൻസിപ്പലായി വിരമിക്കുന്ന പുന്നൂസ് സർ സംഘടനയുടെയും സന്തത സഹചാരിയായിരുന്നു. ഡോക്ടർ സൂസൻ ചെറിയാൻ, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന സൂസൻ ടീച്ചർ അക്കാദമിക രംഗത്തെ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ സംഘടനയെയും ചേർത്ത് പിടിച്ച പ്രവർത്തകയാണ്. ഡോക്ടർ ബിന്ദു ജോർജ്, ഇടക്കൊച്ചി അക്വൈനാസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ബിന്ദു ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശ്രീ VA നാരായണ മേനോൻ,
തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന നാരായണൻ സാർ അക്കാദമിക രംഗത്തും സംഘടനാ മേഖലയിലും മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് നാരായണ മേനോൻ സാർ സേവനം അനുഷ്ഠിച്ചത്. കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം പരിശീലകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം പരിശീലകനായും പ്രവർത്തിച്ചു. തൃശൂരിൽ ആരംഭിച്ച FC കേരള എന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന്റെ സ്ഥാപകനാണ്. നിരവധി തവണ AKPCTയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹരിനാരായണൻ MK ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്നു. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളുമായി അക്കാദമിക് രംഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെ സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം മാതൃകാപരമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. 2018-19 കാലത്തും 2019-20 കാലത്തും ബ്രാഞ്ച് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഡോക്ടർ ഷീന PA കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിക്കുന്ന ഷീന ടീച്ചർ സംഘടനയിലെ സജീവ സാന്നിധ്യമായിരുന്നു. വിവിധ ഇന്റർനാഷണൽ ജേർണലുകളിലായി 5ലധികം ആർട്ടിക്കിൾസ് ടീച്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ശ്രീ ഷിബു A നായർ കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിലെ അക്വാകൾച്ചർ വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഷിബു സർ എല്ലാ കാലത്തും സംഘടനയുടെ സജീവ സാന്നിധ്യമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UG PG ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ചിത്ര G നാട്ടിക ശ്രീനാരായണ കോളേജിൽ നിന്നും വിരമിക്കുന്ന ചിത്ര ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ മേഖലയിലും ക്രിയാത്മക ഇടപെടലുകൾ നടത്തുകയും മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ PR സുരേഷ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദീർഘകാലം അധ്യാപകനായും റിസർച്ച് ഗൈഡായും സേവനമനുഷ്ഠിച്ചു. 2021 മുതൽ പ്രിൻസിപ്പളായി ചുമതല വഹിക്കുന്ന സുരേഷ് സർ സംഘടനയുടെ സന്തത സഹചാരി കൂടിയായിരുന്നു. മെമ്പർ ഇൻ കമ്പോഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സെക്ടർ, മെമ്പർ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മെമ്പർ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, ഫെലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, സോളാർ എനർജി സൊസൈറ്റി ഓഫ് ഇന്ത്യ ലൈഫ് ടൈം മെമ്പർ കൂടിയായി പ്രവർത്തിച്ചു. ഡോക്ടർ പ്രമോദ് VR പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1999 മുതൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും ഈ വർഷങ്ങൾക്കിടയിൽ പ്രമോദ് സാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഈ കാലയളവിനുള്ളിൽ സംഘടനയിലും ക്രിയാത്മക ഇടപെടലുകൾ നടത്തിയിരുന്നു. ഡോക്ടർ കല L പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന കല ടീച്ചർ മികച്ച അധ്യാപിക എന്ന നിലയിലും നിരവധി ഗവേഷണ പ്രബന്ധങ്ങളിലൂടെയും അക്കാദമിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ആശ TS പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രൊഫസറായി വിരമിക്കുന്ന ആശ ടീച്ചർ വകുപ്പ് മേധാവിയായും PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രദീപ് C പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന പ്രദീപ് സർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മാതൃകാപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫസർ ഹരികൃഷ്ണൻ K പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ജിയോളജി വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഹരികൃഷ്ണൻ സാർ അക്കാദമിക രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ശ്രീമതി മഞ്ജു BL ഒറ്റപ്പാലം NSS കോളേജിലെ ഫിസിക്സ് വകുപ്പ് മേധാവിയായി വിരമിക്കുന്ന മഞ്ജു ടീച്ചർ UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, IQAC കോർഡിനേറ്റർ എന്ന നിലയിലും അക്കാദമിക് മേഖലയിൽ ക്രിയാത്മക സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തന മേഖലയിലും ഇന്നും മാതൃകാപരമായ പ്രവർത്തനം ടീച്ചർ കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രീമതി ഗീതാകുമാരി K നെന്മാറ NSS കോളേജിലെ മലയാളം വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഗീതാകുമാരി ടീച്ചർ കഴിഞ്ഞ 27 വർഷങ്ങളിലധികമായി മികച്ച അധ്യാപിക എന്ന നിലയിലും ഗവേഷക എന്ന നിലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വകുപ്പ് മേധാവി, കോളേജ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീമതി ജയലക്ഷ്മി A നെന്മാറ NSS കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ജയലക്ഷ്മി ടീച്ചർ
അക്കാദമിക് മേഖലയിലും സംഘടനാ പ്രവർത്തനത്തിലും മാതൃകാപരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കോളേജ് കൗൺസിൽ മെമ്പറായും സേവനം അനുഷ്ഠിച്ചു. ഡോക്ടർ മായാദേവി എസ്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന മായാദേവി ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഡോക്ടർ PV ജ്യോതി. പൊന്നാനി MES കോളേജിൽ 27 വർഷക്കാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും പ്രവർത്തിച്ചിട്ടുള്ള ജ്യോതി ടീച്ചർ വിവിധ ഇന്റർനാഷണൽ ജേർണലുകളിലായി 15-ലധികം പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ CV ജയദേവൻ. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുമാണ് ജയദേവൻ സാർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി ഗവേഷണ പ്രബന്ധങ്ങളുമായി അക്കാദമിക മേഖലയിൽ മുന്നേറുന്ന സമയത്തും AKPCTA ബ്രാഞ്ച് സെക്രട്ടറി, പ്രസിഡന്റ്, സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിൽ എന്നും മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട് ജയദേവൻ സാർ. ഡോക്ടർ PK ബീന റോസ്. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ ദീർഘകാല അധ്യാപികയായിരുന്നു. ഇപ്പോൾ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നുള്ള സേവനത്തിന് ശേഷമാണ് കോളേജിന്റെ പടിയിറങ്ങുന്നത്. ഡോക്ടർ MJ ജോർജ്. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്ന ജോർജ് സാർ മികച്ച അധ്യാപകനും ക്ലിനീഷ്യൻ കൂടെയാണ്. AKPCTA മുൻ ബ്രാഞ്ച് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ആശ KV. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ ദീർഘകാലം പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ച ശേഷം ആശ ടീച്ചർ പടിയിറങ്ങുന്നു. ഗവേഷണ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നിരവധി അന്തർദേശീയ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീ ആരിഫ് സൈനുദ്ദീൻ AP. അരീക്കോട് സുല്ലമുസലാം അറബിക് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. ഡോക്ടർ സക്രിയ TV. നിലമ്പൂർ മൈലാടിയിലെ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് സർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. നിരവധി ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉള്ള സക്രിയ സർ അക്കാഡമിക് കൗൺസിൽ മെമ്പർ കൂടിയായിരുന്നു. AKPCTA ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ എപ്പോഴും മുന്നിൽ തന്നെ നിന്ന വ്യക്തി കൂടിയായിരുന്നു സക്രിയ സർ. ഡോക്ടർ PC റോയ്. അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് പ്രിൻസിപ്പൽ ഇൻചാർജ് സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും വിരമിക്കുന്ന റോയ് സർ NSS പ്രോഗ്രാം ഓഫീസർ ആൻഡ് കോർഡിനേറ്റർ ഓഫ് ദി വാക്ക് വിത്ത് ദ സ്കോളർ പ്രോഗ്രാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഡയറക്ടർ എന്നീ നിലകളിലും അക്കാദമിക മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തുടക്കകാലം മുതൽ AKPCTA സജീവ പ്രവർത്തകൻ കൂടെയായിരുന്ന റോയ് സാർ 2020-22 കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ സിൽവി TS. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ 30 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന സിൽവി സർ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ചെയർമാൻ, കോളേജ് കൗൺസിൽ മെമ്പർ, സ്റ്റാഫ് എഡിറ്റർ, IQAC കോർഡിനേറ്റർ, വകുപ്പ് മേധാവി, സ്റ്റാഫ് സെക്രട്ടറി, PTA സെക്രട്ടറി, കോളേജ് കൗൺസിൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ ഇൻചാർജ് എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മാതൃകാപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സിൽവി സർ. ഡോക്ടർ ഷാജു PP. അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ജേർണലിസം, മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാനന്തവാടി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, മാർ ഇവാനിയോസ് കോളേജ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നിങ്ങനെ അക്കാദമിക മേഖലയിൽ ക്രിയാത്മകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഷാജു സാർ IQAC കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. IGNO കോർഡിനേറ്റർ കൂടിയായ ഷാജു സാർ 17 പുസ്തകങ്ങളും 6 പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചു. ജേർണലിസം മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സർ സംഘടനാ പ്രവർത്തനത്തിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഡോക്ടർ അന്ന സാലി EN. 1995 മുതൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ടീച്ചർ അക്കാദമിക് മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വിശ്വ ഹിന്ദി മഞ്ച് ഏർപ്പെടുത്തിയ ശിക്ഷക് സാധന സമ്മാൻ അവാർഡ്
2017 ടീച്ചറെ തേടിയെത്തിയത് അക്കാദമി മേഖലയിലെ മികവിന്റെ അംഗീകാരം കൂടിയാണ്. അക്കാഡമിക് കൗൺസിൽ മെമ്പറായും ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ശ്രീജിത്ത് എം നായർ, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ രസതന്ത്ര വിഭാഗത്തിൽ നിന്നും പ്രൊഫസറായി വിരമിക്കുന്ന ശ്രീജിത്ത് സാർ IQAC കോർഡിനേറ്റർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, PG ആൻഡ് UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA യൂണിറ്റ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഡോക്ടർ ശ്രീകുമാരി, പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ മലയാള വിഭാഗം പ്രൊഫസറായി വിരമിക്കുന്ന ശ്രീകുമാരി ടീച്ചർ, മെമ്പർ ഓഫ് ജെൻഡർ കൗൺസിൽ, ഗവൺമെന്റ് ഓഫ് കേരള, കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ, UG ആൻഡ് PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ തുടങ്ങി വിവിധ മേഖലകളിൽ തന്റെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി തവണ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ച ടീച്ചർ ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ വനിതാ കൺവീനർ എന്നീ നിലകളിലും സംഘടനയിൽ സജീവ സാന്നിധ്യമായി നിന്നിട്ടുണ്ട്. ഡോക്ടർ K വിജയകുമാരി, ഫറൂഖ് ട്രെയിനിംഗ് കോളേജിലെ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രൊഫസറായി വിരമിക്കുന്ന വിജയകുമാരി ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഡോക്ടർ സജീവ് SV, R ശങ്കർ മെമ്മോറിയൽ SNDP യോഗം കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന സജീവ് സർ 2 തവണ UG ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, സെക്രട്ടറി, ജില്ലാ കൗൺസിൽ മെമ്പർ എന്നീ നിലകളിലും സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ശ്രീമതി ബീന ചെറിയ, മണാശ്ശേരി മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിക്കുന്ന ബീന ടീച്ചർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫസർ ഡോക്ടർ MV ദേവസ്യ, രാജപുരം സെയിന്റ് പയസ് കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ദേവസ്യ സർ അക്കാദമിക രംഗത്തും സംഘടനാ രംഗത്തും മികവുറ്റ മാതൃകകൾ സമ്മാനിച്ചിട്ടുണ്ട്. വിവിധ വർഷങ്ങളിലായി കണ്ണൂർ യൂണിവേഴ്സിറ്റി PG UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് എക്കണോമിക്സ് വിഭാഗം അംഗമായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പിയർ ടീം അംഗം കൂടിയാണ് ഇദ്ദേഹം. 20-ലധികം UGC ലിസ്റ്റഡ് പബ്ലിക്കേഷനുകൾക്ക് ഉടമ. ഡോക്ടർ EK മുനീറ ബി, NAM കോളേജ് കല്ലിക്കണ്ടിയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന മുനീറ ടീച്ചർ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അക്കാദമിക മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഡോക്ടർ രാജേഷ് കുമാർ ER, NAM കോളേജ് കല്ലിക്കണ്ടിയിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന രാജേഷ് കുമാർ സർ സംഘടനയുടെ സന്തത സഹചാരിയായി നിന്ന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഡോക്ടർ റജി പൈക്കാട്ട്, ഇരിട്ടി MG കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന റജി സാർ AKPCTA സംഘടനയുടെയും സന്തത സഹചാരിയായിരുന്നു. ഡോക്ടർ ഷീജ നാറൂത്ത്, ഇരിട്ടി MG കോളേജിലെ മലയാള വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഷീജ ടീച്ചർ അക്കാദമിക രംഗത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുകയും സംഘടനാ പ്രവർത്തനങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി നിൽക്കുകയും ചെയ്തു. ശ്രീമതി ഖൈറുന്നീസ, ദീർഘകാലത്തെ സേവനത്തിന് ശേഷം പരൽ DIA കോളേജിൽ അറബിക് വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി വിരമിക്കുന്ന ഖൈറുന്നീസ ടീച്ചർ AKPCTA സംഘടനാ മെമ്പർ എന്ന നിലയിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി. ഡോക്ടർ മോഹൻ S, എറണാകുളം ജില്ലയിലെ സംഘടനയുടെ മുഖമാണ് മോഹൻ സാർ. തികഞ്ഞ സംഘടനാ പ്രവർത്തകനും ജനാധിപത്യവാദിയായ അധ്യാപകനും ഉൾച്ചേർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മോഹൻ സാർ. എറണാകുളം ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലെല്ലാം സംഘടനയിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യം കൂടെയായിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, FYUGP റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലെല്ലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഈ യാത്രയയപ്പ് വേളയിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിടവ് മോഹൻ സാറിൻ്റെ തന്നെയാണ്. എങ്കിലും സംഘടനയുടെ പ്രവർത്തന വഴികളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച നേതൃത്വ പാഠവും തെറ്റുകളെ തുറന്നെതിർക്കാനും ശരികൾ വിളിച്ചു പറയാനും കാണിച്ച ആർജവം, നിശ്ചയദാർഢ്യം സംഘടനയുടെ
മികച്ച അക്കാദമിക പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഒരു അധ്യാപകൻ എന്ന നിലയിലും സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തെ മാതൃകയാക്കാവുന്നതാണ്. ശ്രീ പോൾ വി കാരന്താനം പാലാ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിൽ വകുപ്പ് മേധാവി സ്ഥാനത്ത് നിന്നാണ് പോൾ സാർ പടിയിറങ്ങുന്നത്. അക്കാദമിക് മേഖലയിലെ മുന്നേറ്റങ്ങൾക്കൊപ്പം സംഘടനയും ചേർത്ത് പിടിച്ച മികച്ച സംഘാടകൻ കൂടിയാണ് പോൾ സാർ. പ്രവർത്തന മേഖലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നേതൃത്വത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ജില്ലാ സെക്രട്ടറി എന്ന നിലയിലെല്ലാം എന്നും AKPCTA സന്തത സഹചാരിയായിരുന്നു. അക്കാദമിക് കൗൺസിൽ മെമ്പർ, SFC മെമ്പർ, UG ആൻഡ് PG ബോർഡ് മെമ്പർ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുകയും മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്തു. സംഘടനയുടെ വളർച്ചയിൽ എന്നും കൂടെ നിന്ന, മുന്നിൽ നിന്ന് തന്നെ നയിച്ച സാറിന്റെ വിടവ് സംഘടനയ്ക്ക് നികത്താൻ സാധിക്കാത്തതാണ്. പ്രൊഫസർ ഹരിദാസ് പി. പാലക്കാട് VT ഭട്ടതിരിപ്പാട് കോളേജിൽ നിന്ന് വിരമിക്കുന്ന പ്രൊഫസർ ഹരിദാസ് AKPCTA സംസ്ഥാന ട്രഷറർ സ്ഥാനത്തു നിന്നുകൂടെയാണ് ഹരിദാസ് സാർ പടിയിറങ്ങുന്നത്. സംഘടനയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം, പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന ട്രഷററുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അംഗബലം തീരെ കുറഞ്ഞ ഒരു ബ്രാഞ്ചിൽ നിന്നും തുടങ്ങി മുഴുവൻ അധ്യാപകരും AKPCTA അംഗങ്ങളാകുന്ന ഒരു കോളേജായി VT ഭട്ടതിരിപ്പാട് കോളേജിനെ മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട പറയുന്നത്. ഈ കാലഘട്ടത്തിനിടയിൽ കാലിക്കറ്റ് സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, UG ബോർഡിന്റെയും PG ബോർഡിന്റെയും അംഗം, UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, അക്കാദമിക് കൗൺസിൽ അംഗം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സംഘടനാ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉദാത്ത മാതൃകയാണ് പ്രൊഫസർ ഹരിദാസ്. തികഞ്ഞ വിമർശന ബുദ്ധിയോടുകൂടി സംഘടനയെയും സമൂഹത്തെയും സഹപ്രവർത്തകരെയും വിലയിരുത്തുന്ന കാര്യത്തിൽ ഏതൊരു സംഘടനാ പ്രവർത്തകനും അനുവർത്തിക്കേണ്ടുന്ന ഉദാത്തമായ മാതൃകയാണ് പ്രൊഫസർ വി ഹരിദാസിന്റെ പ്രവർത്തന കാലഘട്ടത്തിലുടനീളം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും സംഘടനക്കകത്ത് മാത്രമോ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ മാത്രമായോ ഒതുങ്ങി നിൽക്കാതെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഏവർക്കും അനുകരണീയമായ ഒരു പ്രവർത്തന മാതൃക കാഴ്ചവെച്ചുകൊണ്ടാണ് പ്രൊഫസർ ഹരിദാസ് AKPCTA സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും വിടവാങ്ങുന്നത്.